ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഇന്ന് 38 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ, ഇന്നലെ റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രം ആവനാഴിയുടെ റിവ്യൂവുമായിട്ടാണ് വന്നിരിക്കുന്നത്. റിവ്യൂ എന്ന് പറയുന്നത് കാണാത്ത മലയാളികളാരും ഉണ്ടാവില്ല. പക്ഷേ 4K അറ്റംപ്റ്റിൽ ഡോൾബി വിഷനായിട്ട് പുതിയ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് പടം റിലീസായിരിക്കുകയാണ്. റിലീസായിട്ടുള്ള തിയേറ്ററുകളിലെല്ലാം വമ്പിച്ച തിരക്കാണ് പടത്തിന്. ഇനി ഇത് വിട്ട് ഒരു പോലീസ് ഓഫീസർ മലയാളത്തിൽ വരാനില്ല. ബൽറാം എന്ന പോലീസ് ഓഫീസറെ വളരെ മികവുറ്റതാക്കി അഭിനയിച്ചിട്ടുള്ള മമ്മൂട്ടി, പിന്നെ അതിനൊപ്പം നിൽക്കുന്ന മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന വില്ലൻ കഥാപാത്രം ക്യാപ്റ്റൻ രാജുവിൻ്റെ സത്യരാജ്, പിന്നെ സിനിമയുടെ തമ്പുരാട്ടിക്കുട്ടി തെക്കുറിശി, മരിച്ചുപോയ തെക്കുറിശി, അതേമാതിരി ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തവരും കുറേ പേരുണ്ടായി, വിശേഷിച്ചുണ്ടായി. ഒരു അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമാണ് 38 വർഷങ്ങൾക്ക് മുമ്പ്. ആ ചിത്രമാണ് ഇപ്പോൾ റിലീസിന് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഒരു പുതിയ ചിത്രത്തിൻ്റെക്കാൾ കൂടുതൽ ഇത് സൈറ്റിൽ പോയി നോക്കിയാൽ കാണാം, ബുക്കിംഗാണ് ഈ പടത്തിന്. അത്രയും അത്യുഗ്രൻ പടമാണ്. മമ്മൂട്ടിയുടെ ആരാധകർ തീർച്ചയായും ഈ പടം തിയേറ്ററിൽ പോയി കാണും. അത്രയും ക്ലാരിറ്റിയോട് കൂടിയാണ് ഇതിൻ്റെ പ്രിൻ്റ് റിലീസ് ചെയ്തിരിക്കുന്നത്. വലിയേട്ടനേക്കാൾ വെച്ചിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന പ്രിൻ്റ്. അപ്പോൾ തീർച്ചയായും ഈ പടം കാണണം. ഒരു പോലീസ് ഓഫീസർ എങ്ങനെയാവണം എന്നുള്ളത് നമുക്ക് കാട്ടിത്തരുന്ന ഒരു ചിത്രമാണ് ആവനാഴി. അത്രയും ചങ്കൂറ്റമുള്ള ഒരു പോലീസ് ഓഫീസർ, മമ്മൂട്ടി നിറഞ്ഞാടുന്ന ഒരു കഥാപാത്രം, അതേമാതിരി അതിനൊത്ത ശക്തനായ വില്ലനായി ക്യാപ്റ്റൻ രാജു, പിന്നെ സത്യരാജ്, ഗീത മമ്മൂട്ടിയുടെ ജോഡിയായിട്ടാണ് വരുന്നത്. ഗീതയുടെ റോൾ, അതേമാതിരി എടുത്തു പറയാവുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഈ പടത്തിലുണ്ട്. തീർച്ചയായും ഈ ചിത്രം ഇത്രയ്ക്കും വിജയിക്കുന്ന ഇത് റിലീസ് ചെയ്താൽ തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല. അത്രയും വലിയ തിരക്കാണ് തിയേറ്ററിൽ അനുഭവപ്പെടുന്നത്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കാണണം. അത്രയും നല്ല പെർഫോമൻസാണ് ഇൻസ്പെക്ടറായിട്ട് വന്നിട്ടുള്ളത്. ബൽറാം എന്ന ഒരു ഇൻസ്പെക്ടറുടെ റോളിൽ കലക്കനായി അഭിനയിച്ചിട്ടുള്ളൊരു പടമാണ്. ഒരു ഓണത്തിനാണ് ഇത് തിയേറ്ററുകളിൽ എത്തിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ഓണത്തിനാണ് ഇത് തിയേറ്ററിൽ എത്തിയത്. അന്ന് 5 പടങ്ങൾ ഇറങ്ങിയത് 4 പടവും ഫ്ലോപ്പാവുകയും ആവനാഴി വൻ വിജയം നേടുകയും ചെയ്ത ചിത്രമാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൃശ്ശൂരകത്തിൽ തന്നെയാണ് ചിത്രം കണ്ടത്. അപ്പോൾ സിനിമ, ഒരു ആക്ഷൻ സിനിമ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ബൽറാം കണ്ടാൽ മനസ്സിലാവും. ആക്ഷൻ സീനുകളും എടുത്തു പറയേണ്ട ഡയലോഗുകളാണ്. ഡയലോഗുകൾ മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറി ഈ പടത്തിലാണ് ഫുള്ളായി ഉപയോഗിച്ചിട്ടുള്ളത്. അത്രയും നല്ല നല്ല ഡയലോഗുകളാണ്. എന്ന് വെച്ചാൽ പഞ്ച് ഡയലോഗുകൾ, മമ്മൂട്ടിയുടെ ആരാധകർ രോമാഞ്ചം കൊള്ളുന്ന ഡയലോഗുകളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി ഈ ചിത്രം കാണുക. ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടമാവില്ല ഈ ചിത്രം. ഇപ്പോഴത്തെ സാങ്കേതിക മികവിൽ ഈ ചിത്രം ഒന്ന് കണ്ട് രോമാഞ്ചം കൊണ്ടവർ ഒന്നുകൂടി പോയി ഇന്ന് തിയേറ്ററിൽ പോയി നമ്മുടെ മമ്മൂട്ടിയുടെ ഈ ബൽറാം ഒന്ന് കാണുക. ഇനി മമ്മൂട്ടിയുടെ പുതിയ പടം ഡൊമിനിക്കാണ് ജനുവരി 24 റിലീസാകാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ വരാൻ പോണത് ബസൂക്കയാണ്. അതുവരെ അതൊക്കെ വരുമ്പോൾ ഇനി റിവ്യൂമായിട്ട് വരാം. നിങ്ങൾ തീർച്ചയായും ആവനാഴി കാണുക.